ആരുടെയൊക്കെയോ അശ്രദ്ധ മുഖാന്തരമോ അല്ലെങ്കിൽ ചിലരുടെ മനഃപൂർവമായതോ അല്ലാത്തതോ ആയ ഇടപെടൽ മുഖാന്തരമോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ആ നഷ്ടത്തെ ദൈവം നികത്തും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. ശമൂവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ശൗലിൻ്റെ മകനായ യോനാഥാന് 2 കാലും മുടന്തായിട്ട് ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേലിൽ നിന്നും ശൗലിൻ്റെയും യോനാഥാൻ്റെയും വർത്തമാനം എത്തിയ സമയം അവൻ 5 വയസ്സായിരുന്നു. അപ്പോൾ അവൻ്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടി. അവൾ ബന്ധപ്പെട്ട് ഓടുമ്പോൾ അവൻ വീണ് മുടന്തനായിപ്പോയി. അവന് മെഫിബോശേത്ത് എന്ന് പേർ. ശൗലിൻ്റെ കൊച്ചുമകനും യോനാഥാൻ്റെ മകനുമായ മെഫിബോശേത്ത് ജനിച്ചത് കൊട്ടാരത്തിലാണ്. ഇസ്രായേലിൻ്റെ പ്രഥമ രാജാവായ ശൗലിൻ്റെ കൊച്ചുമകനായും ശൗലിൻ്റെ പടനായകനായ യോനാഥാൻ്റെ മകനായും ജനിക്കുവാൻ ഭാഗ്യം ലഭിച്ച കുഞ്ഞ് 5 വയസ്സുവരെ ആ രാജകീയ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിച്ച് ആരോഗ്യത്തോടെ തന്നെ അവൻ വളരുന്നു. എന്നാൽ അവൻ 5 വയസ്സുള്ള സമയത്ത് ഒരു ദുഃഖവാർത്ത അല്ലെങ്കിൽ ഒരു ദുരന്ത വാർത്ത അവൻ്റെ ചുറ്റും പരക്കുകയാണ്. ആ വാർത്ത അവന് കേൾക്കുവാനോ ഉൾക്കൊള്ളുവാനോ അതിനുള്ള പ്രായം അവനില്ല, കുഞ്ഞാണല്ലോ. പക്ഷേ ആ വാർത്തയുടെ പ്രതിഫലനം അവൻ്റെ ജീവിതത്തിലുണ്ടായി. അവൻ്റെ ധാത്രി, അവനെ നോക്കുന്ന ആ സ്ത്രീ, അവനെയും എടുത്ത് ബന്ധപ്പെട്ട് ഓടിയതെന്തിനാ? ഇവൻ്റെയും അവളുടെയും ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി. കാരണം അവർ കേട്ട വാർത്ത, ഇസ്രായേൽ പടയിൽ തോറ്റു, ശൗലും മകനും പിടിക്കപ്പെട്ടു, തുടർന്ന് കൊല്ലപ്പെട്ടു. ശൗലും യോനാഥാനും കൊല്ലപ്പെട്ടു. തുടർന്ന് സംഭവിക്കുവാൻ പോകുന്നത്, ജയിച്ചവർ പരാജയപ്പെട്ടവരെ കൊള്ളയടിക്കുവാൻ വേണ്ടി കടന്നവരും ജീവനോടെ ശേഷിക്കുന്നവരൊക്കെ ഇല്ലായ്മ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഓടിയ ഓട്ടം. അത് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തത്തിന് കാരണമായി തീർന്നു. ആ ധാത്രിയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അറിഞ്ഞോ അറിയാതെയുള്ള അശ്രദ്ധ വലിയൊരു ദുരന്തത്തിന് കാരണമായി തീർന്നു. സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞതാണ്, പാസ്റ്ററെ, എൻ്റെ കഷ്ടകാലത്തിന് എനിക്കറിയത്തില്ല എന്താണ് എനിക്ക് സംഭവിച്ചത്, എങ്ങനെയോ ഞാൻ ഒപ്പിട്ട് കൊടുത്തുപോയി. തനിക്കൊരു ജോലിയുണ്ട്, തൻ്റെ ഒരു പ്രിയപ്പെട്ടവന് ഒരു ലോൺ എടുക്കാൻ വേണ്ടി ഒപ്പിട്ട് കൊടുത്തു. ലോൺ എടുത്തു, കുറച്ച് ദിവസമൊക്കെ ലോൺ അടച്ചുകൊണ്ട് നിന്നു. അത് കഴിഞ്ഞ് ഈ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെട്ടു പോയി. അപ്പോൾ മനുഷ്യരല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തു. പക്ഷേ കുറേ കഴിഞ്ഞ് ഈ ലോണ് തൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടുകാർ അടയ്ക്കുവാൻ തയ്യാറാകുന്നില്ല. അവർ ഇതേക്കുറിച്ച് ഒരു കാര്യവും മിണ്ടാൻ പോലും തയ്യാറാകുന്നില്ല. ഈ മനുഷ്യൻ വല്ലാത്ത അവസ്ഥയിലായി. തുടർന്ന് അടച്ചു പോകുവാൻ വല്ലാതെ ഞെരുങ്ങി ഒരു വിധത്തിലൊക്കെ പകുതി വരെയൊക്കെ എത്തിച്ചപ്പോഴത്തേക്ക് പുള്ളി റിട്ടയറായി. തുടർന്ന് ലോണ് വലുതായി വീണ്ടും കിടക്കുന്നു. അത് ബാധ്യതയായി. വീട് ജപ്തിയുടെ വക്കിലായി. ആ സമയത്താണ് പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നത്. ഒരു ചെറിയ അശ്രദ്ധ, എനിക്ക് പറ്റിയൊരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു തിടുക്കം അല്ലെങ്കിൽ ഒരു ആലോചന ഇല്ലായ്മ എൻ്റെ മക്കളെ ഇതാ പെരുവഴിയിലാക്കുവാൻ പോകുന്നു. ഞാൻ കിടപ്പാടമില്ലാത്തവനായി മാറുവാൻ പോകുന്നു. ബ്രദർ, സിസ്റ്റർ, നിൻ്റെ സങ്കടം അതാ. ഇപ്പം ചിന്തിക്കുന്നത് ഏത് സമയത്താണ് എനിക്ക് ആ ലോൺ എടുക്കാൻ തോന്നിയത്, ആ പേപ്പറിൽ സൈൻ ചെയ്യുവാനായിട്ട് തോന്നിയത്. വേണ്ടായിരുന്നു, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റിപ്പോയി. കേൾക്ക്, നിൻ്റെ ആ വീട് ജപ്തിയായി തീരുവാൻ, ജപ്തിയായി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് ചില ജപ്തി നടപടികളെ എൻ്റെ ദൈവം ക്യാൻസൽ ചെയ്യുക. ഓ, താങ്ക് യു ലോർഡ്, ആമേൻ. ചിലരൊക്കെ ഒരു ആവേശത്തിൽ എടുത്ത തീരുമാനം, അശ്രദ്ധമായി പോയ തീരുമാനം, പലരെയും സഹായിക്കുവാൻ വേണ്ടി, പിന്നെ ചില സമയത്തൊക്കെ സഹായിക്കേണ്ടി വരും മുൻപിൻ നോക്കാതെ. അങ്ങനെ ബാധ്യതയിലായി അല്ലേ? അതിപ്പോൾ വല്ലാത്തൊരു സങ്കടത്തിലായിരിക്കും. നിങ്ങൾക്ക് സങ്കടവും ഒപ്പമുള്ളവർക്ക് പരിഹസിക്കുവാനും വേദനിപ്പിക്കുവാനുള്ള ഒരു കാരണം. ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. പ്രിയപ്പെട്ടവർക്ക് സഹായം ചെയ്ത് പെട്ടുപോയ ചിലർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, സ്വർഗം അത് ചെയ്യുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ. ചില നഷ്ടങ്ങളെ ചിലത് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. ആ ഓർണമെൻറ്റ്സ് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോഴത്തെ വിലയിൽ എനിക്കറിയത്തില്ല. അയ്യോ, സങ്കട. സിസ്റ്റർ കേൾക്ക്, ആമേൻ. ആ ഓർണമെൻറ്റ്സ് നഷ്ടപ്പെട്ടു പോയത് എൻ്റെ ദൈവം തിരികെ തരുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നഷ്ടപ്പെട്ടു പോയി, തിടുക്കത്തിലൊപ്പിട്ടു, പോയി, വിറ്റുപോയി.
കൈവശത്ത് നിന്ന് പോയി. കേൾക്ക്, അത് തിരികെ തരുവാൻ പോകുക. യെസ്, പ്രാർത്ഥിച്ചു തുടങ്ങ്. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ആ ഒരു സമയത്ത് അങ്ങ് ഒപ്പിട്ടു. ആമേൻ. അപ്പോഴുള്ള അവസ്ഥയിൽ എങ്ങനെയെങ്കിലും കയ്യിൽ കുറച്ച് ക്യാഷ് കിട്ടണം, എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ അങ്ങ് ഒപ്പിട്ടു. ഇപ്പം വല്ലാത്തൊരു സങ്കടത്തിലായിരിക്കുക. വേണ്ടായിരുന്നു, കുറച്ചുകൂടെ ക്ഷമിച്ചിരുന്നെങ്കിൽ സിസ്റ്ററെ, അതല്ലേ, വേണ്ടായിരുന്നു, കുറച്ചുകൂടെ ക്ഷമിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം പണിയപ്പെടുമായിരുന്നു, എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടുമായിരുന്നു. പക്ഷേ പെട്ടെന്നൊരാവേശത്തിന് ഞാൻ തീരുമാനമെടുത്തു, അശ്രദ്ധമായ തീരുമാനം. ഇതാ ഞാൻ വീട്ടിനകത്ത് ഭർത്താവ് ഉണ്ടായിരുന്നിട്ടും ഇല്ലാത്തവളായിരിക്കുന്നു. കേൾക്ക്, നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നീ മടങ്ങിപ്പോകുവാൻ പോകുക. പ്രാർത്ഥിച്ചു തുടങ്ങ്. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. തകർന്നുപോയ കുടുംബങ്ങളെ കർത്താവ് പണിയുവാൻ പോകുക. ഓ ആമേൻ. രക്ഷപ്പെടുമെന്ന് ഉറപ്പ് കിട്ടിയപ്പം എടുത്ത തീരുമാനം എന്താ? ജോലി റിസൈൻ ചെയ്തു. അടുത്ത രാജ്യത്തേക്ക് പോകാൻ വിസ വരും, എല്ലാം പ്രിപ്പയർ ചെയ്തു. പക്ഷേ വിസ വരുന്നില്ല. ദിവസം എത്രയായി അല്ലേ സിസ്റ്റർ? വെയിറ്റ് ചെയ്തിരിക്കുക. എവിടെ? ഇപ്പം ചിന്തിക്കുമ്പോഴാണ് ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതിയായിരുന്നു, ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതിയായിരുന്നു. ഇതിപ്പം വല്ലാത്തൊരു കഷ്ടമായിപ്പോയല്ലോ. ജോലിയും കയ്യിലുണ്ടായിരുന്ന ജോലിയും പോയി. വലിയ പ്രശ്നം. ആ വിധത്തിൽ ജോലികളൊക്കെ നഷ്ടപ്പെട്ട് ഭാരപ്പെട്ടായിരിക്കുന്നവർ കേൾക്ക്, കർത്താവ് ആ നഷ്ടത്തെ നികത്തുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ചില നഷ്ടങ്ങളെ, തൊഴിൽ സംബന്ധമായി നീ എടുത്ത തീരുമാനം മുഖാന്തരമുണ്ടായ നഷ്ടങ്ങളെ, രക്ഷപ്പെടാൻ വേണ്ടി എടുത്ത തീരുമാനം, ഓ സ്തോത്രം, ആ നഷ്ടത്തെ എൻ്റെ കർത്താവ് നികത്തുവാൻ പോകുക. ഓ ആമേൻ. ആ സഹോദരൻ വിളിച്ചു പറഞ്ഞു, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ഉപവാസം ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്കും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും ആ നഷ്ടപ്പെട്ടു പോയതിനെ അറിഞ്ഞോ അറിയാതെയോ ആരുടെയൊക്കെ കുൽസിത ബുദ്ധിയുടെ ഫലമായോ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പിടിക്കുവാനുള്ള അവസരം ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഉപവസിച്ചു. ചില മാസങ്ങൾ കഴിഞ്ഞ്, മാസങ്ങൾ തുടർച്ചയായി ഉപവാസത്തോടെ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിനോടൊപ്പം സർവീസിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് ഒരു കേസ് കൊടുക്കുവാനായിട്ട് പറഞ്ഞു. ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉപദേശം കിട്ടുന്നത്. ഒരു കേസ് കൊടുക്കുവാനായിട്ട് പറഞ്ഞു, ഒരു ചീറ്റിംഗ് കേസ് കൊടുക്കുവാനായിട്ട് പറഞ്ഞു. ആ ചീറ്റിംഗ് കേസ് കൊടുക്കുന്ന സമയത്ത് ആ കേസുമായിട്ട് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ഇദ്ദേഹം ലോൺ എടുത്ത സുഹൃത്തിൻ്റെ കുടുംബം അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അവരൊരു വിശാലമായ ഒരു സാഹചര്യത്തിലായിരുന്നു. മക്കളുടെ ജോലിയുടെ വാതിൽക്കൽ നിൽക്കുന്നു, വിദേശയാത്രകൾക്കുള്ള ഒരുക്കങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുൻനിർത്തി അവർ ആയിരിക്കുന്ന സമയം ഒരു കേസ് കൊടുത്തപ്പോൾ അത് അവർക്ക് ബാധിക്കുമെന്ന് കണ്ട് അവർ വേഗത്തിൽ ഏകദേശം 1 മാസത്തിനകത്ത് വെച്ച് തന്നെ ആ ലോൺ അടച്ച് ക്ലിയർ ചെയ്തു. ഈ സഹോദരനെ ജപ്തി നടപടികളിൽ നിന്ന് വിടിവിച്ചു. യെസ്, യേശുവിൻ നാമത്തിൽ. എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ചിലത് എൻ്റെ കർത്താവ് തിരികെ തരുവാൻ പോകുക. പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ റെഡിയാണോ? നീ അത് തിരികെ പ്രാപിക്കും. ആമേൻ. ചിലരൊക്കെ സ്വയം വരുത്തി വെച്ചതാണ്, മറ്റു ചിലരൊക്കെ അറിയാതെ സംഭവിച്ചതാണ്. ആ ലോണ് വന്ന് വീഴുന്നത്, അത് മക്കളെ പഠിപ്പിക്കാൻ ലോൺ എടുത്തേ പറ്റത്തുള്ളൂ അല്ലേ? പക്ഷെ ഒരു ചെറിയ ബുദ്ധിമോശം, മക്കളുടെ പേരിൽ എടുക്കുന്നതിന് പകരം നിങ്ങളുടെ പേരിലെടുത്തു. ഇപ്പം വലിയ പ്രശ്നമായി അല്ലേ സിസ്റ്ററെ? അതാ മുള കെട്ടിച്ച് വിടുകയും ചെയ്തു. ഇപ്പോൾ വല്ലാത്തൊരു പ്രശ്നത്തിൽ നിൽക്കുക. കേൾക്ക്, ആ പ്രശ്നത്തിന് കർത്താവ് പരിഹാരം വരുത്തുവാൻ പോകുക. പ്രാർത്ഥിച്ചു തുടങ്ങും. ആമേൻ. ശുശ്രൂഷക, അശ്രദ്ധമായിട്ടെടുത്ത ആ തീരുമാനം, ആ വാക്ക്, യെസ്, ചില സംസാരങ്ങൾ നിൻ്റെ ശുശ്രൂഷ മുഴുവൻ മറിച്ചു കളയുന്ന, നീ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരിക്കുക. കേൾക്ക്, കർത്താവ് നിൻ്റെ അശ്രദ്ധമായ ചില വാക്കുകൾ മുഖാന്തരം, ഇടപെടലുകൾ മുഖാന്തരം ഉണ്ടായ ആ പരിക്കിനെ പരിഹരിക്കുവാൻ പോകുക, ആ നഷ്ടത്തെ പരിഹരിക്കുവാൻ പോകുക. പ്രാർത്ഥിച്ചു തുടങ്ങ്. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. നോക്കൂ, ഇവിടെ മോഫി ബഷേത്ത് വികലാംഗനായി, ഇഴഞ്ഞ് ജീവിക്കുന്നവനായി മാറി. എന്നാൽ നോക്കൂ, ദൈവം അവന് ഒരു പ്രതിഫലം, അല്ലെങ്കിൽ അവൻ്റെ നഷ്ടത്തെ നികത്തുന്ന ഒരു പദ്ധതിയിലേക്ക് അവനെ കൊണ്ടുവരിക. ശമൂവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 9-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിൻ്റെ അപ്പനായ യോനാഥാൻ്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിൻ്റെ അപ്പനായ ശൗലിൻ്റെ നിലമൊക്കെ നിനക്ക് മടക്കിത്തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളണം എന്ന് പറഞ്ഞു. എൻ്റെ മക്കൾ രാജകുമാരന്മാർ ഇരിക്കുന്നിടത്ത് നീ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അർത്ഥം, അവിടെ കാലുകൾക്ക് പ്രസക്തിയില്ല, കൊട്ടാരത്തിനകത്താണ്. ആ പഴയ 5 വർഷം താൻ ജീവിച്ച ആ സന്തോഷത്തിലേക്ക്
ദൈവം മെഫീബോശേത്തിനെ തിരികെ കൊണ്ടുവന്നു. നിന്നെ ആ പഴയ സന്തോഷത്തിലേക്ക്, പഴയകാല അനുഗ്രഹത്തിലേക്ക് എൻ്റെ ദൈവം തിരികെ കൊണ്ടുവരുവാൻ പോവുകയാണ്. മെഫീബോശേത്തിനു വേണ്ടി ഒരു ദാവീദിനെ കരുതിയ ദൈവം നിനക്ക് വേണ്ടി ഒരു ദാവീദിനെ കരുതിയിട്ടുണ്ട്. പ്രിയ ബ്രദർ, സിസ്റ്റർ, നിൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു പണിയപ്പെടൽ, ഒരു രാജകീയമായ അനുഭവത്തിനായി മെഫീബോശേത്തിനു വേണ്ടി ദാവീദിനെ കരുതിയ ദൈവം നിനക്ക് വേണ്ടി പ്രൈസ് ചർച്ച് ഫാമിലിയെ കരുതിയിട്ടുണ്ട്. യാസ്, നീ തിരികെ വരുവാൻ പോകുക ഒരു പ്രാർത്ഥനാവീരയായി, പ്രാർത്ഥിക്കുന്നവനായി, പ്രാപിക്കുന്നവനായി. എന്നോ ആരൊക്കെയോ തട്ടി പറിച്ച് കളഞ്ഞത് തിരികെ പ്രാപിക്കുന്നവനായി, നിന്റെ തലമുറകളുടെ സന്തോഷം തിരികെ പ്രാപിക്കുന്നവനായി, ലോകവും പിശാചും കവർന്നെടുത്ത അവരുടെ നല്ല സമയത്തെ, നല്ല കാലത്തെ, നല്ല സന്തോഷത്തെ തിരികെ പ്രാപിക്കുന്നവനായി. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ഉപവസിക്കുവാൻ റെഡിയാണോ? കോൺടാക്ട് ചെയ്തോ, നമുക്കൊരുമിച്ച് ഉപവസിക്കാം, അത് തിരികെ പ്രാപിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം ചേർന്ന് വചനം ധ്യാനിക്കുവാനും മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൈസ് ഓഫ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പക്ഷം ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ഓഫ് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. സ്വാഗതം. പ്രാർത്ഥനയോടെ കടന്നു വന്നോ, വിടുതലോടെ മടങ്ങാം. എന്താ കണ്ടോ? വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല സമയം. അപ്പോൾ ആരുടെയൊക്കെ അശ്രദ്ധ മുഖാന്തരം ഇവരുടെ ജീവിതത്തിൽ വന്നുപോയ പ്രശ്നങ്ങൾക്ക് സ്വർഗമങ്ങ് പരിഹാരം വരുത്തണമേ. എപ്പോഴും എടുത്ത തീരുമാനങ്ങൾ ഇന്നും ഇവരെ കരയിപ്പിക്കുന്നുണ്ട്, വേദനപ്പെടുത്തുന്നുണ്ട്. ആ തീരുമാനങ്ങൾ മുഖാന്തരമുണ്ടായ എല്ലാ കണ്ണുനീരും മാറ്റുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ ചലിക്കട്ടെ. തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവരോട് സ്വർഗം കൂടിയിരിക്കണമേ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹമാക്കി തീർക്കണമേ. തൊഴിൽ തടസ്സങ്ങളും തൊഴിൽ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങ് സൗഖ്യമാക്കണമേ. എല്ലാ രോഗബന്ധനവും അഴിഞ്ഞു മാറട്ടെ. രോഗാത്മക്കൾ വിട്ടുപോകട്ടെ. വിദേശ യാത്രയ്ക്കായി ഒരുങ്ങിയായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശ തൊഴിൽ സാഹചര്യങ്ങളെ അനുകൂലവും അനുഗ്രഹമാക്കി തീർക്കണമേ. തൊഴിലിടങ്ങളിൽ സമൃദ്ധിയും വിശാലതയും ഉണ്ടാകട്ടെ. വർധനവ് അങ്ങയുടെ നാമത്തിൽ ഇവർ പ്രാപിക്കട്ടെ. വിസകൾ വരട്ടെ, വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ, PR ലഭിക്കട്ടെ, വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. സാമ്പത്തികം അനുഭവിക്കുന്ന എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. ഫൈനാൻഷ്യൽ ഫ്രീഡം വെളിപ്പെടട്ടെ. ഞെരുക്കം മാറട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടകളും ജപ്തി നടപടികളും യേശുവിൻ നാമത്തിൽ ക്യാൻസലാകട്ടെ. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. തെറ്റായ തീരുമാനങ്ങൾ മുഖാന്തരം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നായിരിക്കുന്ന ചിലത് ഇവർ തിരികെ പ്രാപിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവരുടെ കുടുംബം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, തിരികെ പ്രാപിക്കാം. നാളെ ദൈവമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസ് ഓഫ് ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതൊരിക്കൽ ഹാവ് എ നൈസ് ഡേ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.